ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് Django ടെംപ്ലേറ്റ്സ് വേരിയബിൾസ് ആൻഡ് ടാഗ്സ് ആണ്. സോ വേരിയബിൾസ് ആൻഡ് ടാഗ്സ് ഉപയോഗിച്ച് നമുക്ക് ഡൈനാമിക് HTML പേജ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേരിയബിൾ നമുക്കറിയാം നമ്മളൊരു വാല്യൂ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. സോ നമുക്ക് ആ ഒരു വേരിയബിൾ നമ്മുടെ HTML പേജിൽ നമുക്ക് കൊടുക്കാൻ കഴിയും. സോ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിൾ ഏത് വാല്യൂ ആണോ ഉള്ളത് ആ ഒരു വാല്യൂ നമുക്ക് HTML പേജിൽ റെൻഡർ ചെയ്ത് ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കൊരു വേരിയബിൾ നമ്മുടെ HTML പേജിൽ കൊടുക്കുന്നതിന് നമുക്കിതുപോലെ ഡബിൾ കർലി ബ്രാക്കറ്റ് ഉപയോഗിക്കാം. അതുപോലെ അടുത്തതാണ് ടാഗ്സ് ഉപയോഗിച്ച് നമുക്കൊരു പ്രോഗ്രാം ലോജിക്ക് നമ്മുടെ HTML പേജിനുള്ളിൽ എഴുതാൻ സാധിക്കും. ഉദാഹരണമായി നമുക്ക് if else അതുപോലെ ഫോർ ലൂപ്പ് തുടങ്ങിയവയെല്ലാം ഇതുപയോഗിച്ച് ഈ ഒരു ടാഗ്സ് ഉപയോഗിച്ച് നമുക്ക് എഴുതാൻ സാധിക്കും. സോ നമുക്ക് ടാഗ്സ് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലാണ് നമ്മൾ എഴുതേണ്ടത്. കർലി ബ്രാക്കറ്റ് %സൈൻ അതുപോലെ അത് ക്ലോസ് ചെയ്യുക. അതിനുള്ളിലാണ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റും ഫോർ ലൂപ്പും എല്ലാം എഴുതുന്നത്. സോ ഇവ രണ്ടും നമുക്ക് വേരിയബിളും ടാഗ്സും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ആദ്യമായി നമ്മുടെ വ്യൂസിൽ വരുന്നു. വ്യൂസിൽ വന്ന ശേഷം index.html നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഡിക്ഷണറിയാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ നമ്മൾ ഡിക്ഷണറി പേഴ്സൺ എന്ന് പറയുന്ന ഒരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. പേഴ്സൺ. സോ ഡിക്ഷണറി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പൈത്തോൺ ട്യൂട്ടോറിയൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഡിക്ഷണറിയിൽ ഉണ്ടായിരിക്കുക കീ വാല്യൂ പെയർ ആണ്. സോ നമുക്കൊരു കീ ഉണ്ടായിരിക്കും, അതിനൊരു വാല്യൂ ഉണ്ടായിരിക്കും. ഉദാഹരണമായി നമ്മൾ നെയിം, ഇത് കീ ആണ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കിവിടെ കൊടുക്കാം ജോൺ. അതുപോലെ ഏജ് നമുക്ക് കൊടുക്കാം 30. അതുപോലെ നമുക്ക് പ്ലേസ് നമുക്ക് കൊടുക്കാം കാലിക്കറ്റ്. സോ ഈ രീതിയിൽ നമുക്ക് ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യാം. സോ ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്ത ശേഷം നമുക്ക് ഈ ഒരു ഡിക്ഷണറി നമുക്ക് ഈ ഒരു നമ്മുടെ index.html നമുക്ക് ആർഗ്യുമെൻ്റായി പാസ് ചെയ്യാൻ സാധിക്കും. സോ ഞാനിവിടെ പേഴ്സൺ എന്ന് കൊടുക്കുന്നു. പേഴ്സൺ സേവ് ചെയ്യുക. ഇനി നമുക്ക് നമ്മുടെ HTML പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ നെയിം, ഏജ്, പ്ലേസ് തുടങ്ങിയ കാര്യമെല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ index.html പോകുന്നു. നമ്മൾ ഹോമിന് താഴെ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു നമ്മൾ ഡബിൾ കർലി ബ്രാക്കറ്റാണ് ഉപയോഗിക്കേണ്ടത്. സോ നമ്മളിവിടെ h2 ടാഗ് ക്രിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, h2 നെയിം ഈസ്, അതിൻ്റെ ഉള്ളിൽ നമ്മൾ 2 കർലി ബ്രാക്കറ്റ് ഇതുപോലെ കൊടുക്കുന്നു. അതുപോലെ അത് ക്ലോസ് ചെയ്യുന്നു. സോ ഇതിനുള്ളിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നെയിം എന്ന് കൊടുക്കുക. നെയിം. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്ത ശേഷം നമുക്ക് നമ്മുടെ വെബ് പേജിൽ പോയി നോക്കാം. ഹോം പേജ് റീഫ്രഷ് ചെയ്യാം. സോ നമുക്കിവിടെ നെയിം ഈസ് ജോൺ എന്ന് ലഭിച്ചു. സോ നമ്മളിപ്പോൾ ഒരു ഡൈനാമിക് പേജാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, സോ വേരിയബിൾ ഉപയോഗിച്ച് നമ്മൾ ആ വാല്യൂ നമ്മുടെ HTML പേജിൽ റെൻഡർ ചെയ്തു. സോ അതുപോലെ നമുക്ക് ഏജ് ആൻഡ് പ്ലേസ് കൊടുക്കാം. നമുക്ക് ഏജ് ഈസ് ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് ഏജ് എന്ന് കൊടുക്കാം, വേരിയബിൾ നെയിം. അതുപോലെ പ്ലേസ് ഈസ് നമുക്ക് വേരിയബിൾ നെയിം പ്ലേസ് എന്ന് കൊടുക്കാം. പ്ലേസ്. സേവ് ചെയ്യാം. നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നെയിം ഈസ് ജോൺ, ഏജ് ഈസ് 30, പ്ലേസ് ഈസ് കാലിക്കറ്റ്. നമ്മുടെ വ്യൂസിൽ ക്രിയേറ്റ് ചെയ്ത ആ ഒരു വാല്യൂസ് എല്ലാം നമ്മുടെ HTML ഇതുപോലെ നമുക്ക് കൊടുക്കാൻ സാധിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് വേരിയബിൾ ഉപയോഗിക്കാം. വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഡബിൾ കർലി ബ്രാക്കറ്റ് ഉപയോഗിക്കുക. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ ടാഗ്സ് ആണ്. നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റും അതുപോലെ ഫോർ ലൂപ്പും എല്ലാം നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തൽക്കാലം HTML ഈ ഭാഗം ഡിലീറ്റ് ചെയ്യുന്നു. വീണ്ടും നമ്മൾ വ്യൂസിൽ പോകുന്നു. വ്യൂസിൽ പോയതിന് ശേഷം നമ്മൾ ജസ്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നൊരു ഡിക്ഷണറി ക്രിയേറ്റ് ചെയ്യുന്നു. നമ്പേഴ്സ്. സോ ഇതിനുള്ളിൽ നമ്മൾ num1 നമ്മൾ കീ അതുപോലെ വാല്യൂ 10 എന്ന് കൊടുക്കുന്നു. സോ അതിനുശേഷം നമ്മൾ ഈ നമ്പേഴ്സ് എന്ന് പറയുന്ന ഡിക്ഷണറി നമ്മൾ ആർഗ്യുമെൻ്റായി കൊടുക്കുന്നു. നമ്മുടെ HTML പാസ് ചെയ്യുന്നു. നമ്പേഴ്സ്. നമ്മൾ index.html വരുന്നു. നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ എഴുതാൻ നോക്കാം. സോ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നതിന് നമ്മൾ ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റ് വീണ്ടും കർലി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സോ അതിനുള്ളിലാണ് നമ്മൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതുന്നത്. സോ നമ്മൾ കർലി ബ്രാക്കറ്റ് %. സോ ഇതുപോലെ ലഭിക്കും. ഇതിനുള്ളിൽ നമ്മൾ ഇഫ് num1 greater than 0 ആണെങ്കിൽ നമുക്ക് ലഭിക്കേണ്ടത് h2 പോസിറ്റീവ് നമ്പർ എന്ന് ലഭിക്കണം. ഓക്കെ, പോസിറ്റീവ് നമ്പർ.
സോ നമ്മുടെ if സ്റ്റേറ്റ്മെൻറ്റ് ഒരിക്കൽ കഴിഞ്ഞാൽ നമ്മളിവിടെ end if എന്ന് കൊടുക്കുക. end if സേവ് ചെയ്യാം. നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്യുമ്പോൾ നമുക്ക് പോസിറ്റീവ് നമ്പർ എന്ന് ലഭിക്കും. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ views.py വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ആയിരുന്നു. സോ ഞാനിതിവിടെ -10 കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമുക്ക് നമ്മുടെ പേജ് റീഫ്രഷ് ചെയ്ത് നോക്കാം. സോ നമുക്ക് യാതൊരു ഡീറ്റെയിൽസും ലഭിക്കുന്നതായിരിക്കില്ല. സോ നമ്മൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ നമ്മൾ ഡൈനാമിക് കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. സോ നമുക്കിത് ഇത്തരം കാര്യങ്ങളെല്ലാം നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൽ ഒരുപാട് സ്ഥലത്ത് ഉപയോഗിക്കേണ്ടി വരും. സോ ഇനി നമുക്ക് നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കണം? സോ നമ്മളിവിടെ index.html വരുന്നു. സോ നമുക്ക് നമ്മുടെ രണ്ടാമത്തെ കണ്ടീഷൻ കൊടുക്കാം. സോ elif num1 <0 ആണെങ്കിൽ, ഓക്കെ, num1 <0 ആണെങ്കിൽ നമ്മൾ ഈ ഒരു h2 ടാഗ് ഇവിടുന്ന് കോപ്പി ചെയ്ത് താഴെ പേസ്റ്റ് ചെയ്യുന്നു. നെഗറ്റീവ് നമ്പർ എന്ന് കൊടുക്കുന്നു. നെഗറ്റീവ് നമ്പർ. അവസാനം നമുക്ക് നമ്മുടെ if സ്റ്റേറ്റ്മെൻറ്റ് ക്ലോസ് ചെയ്യാം. end if സേവ് ചെയ്യാം. ഇനി നമ്മൾ റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് നമ്പർ എന്ന് ലഭിക്കുന്നു. നമ്മളിവിടെ പോയി വ്യൂസിൽ പോയി നമ്പർ നമ്മൾ പോസിറ്റീവായി കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവ് നമ്പർ എന്ന് ലഭിക്കുന്നു. ഉദാഹരണമായി നമുക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ 0 കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ടൊന്നും ലഭിക്കുന്നതായിരിക്കില്ല. സോ അത് 0ക്കുള്ള കണ്ടീഷനും കൂടി നമുക്ക് കൊടുക്കാം. സോ നമ്മൾ index.html വരുന്നു. നമുക്കറിയാം elif number greater than 0 ആണെങ്കിൽ നെഗറ്റീവ് നമ്പർ. ഇതൊന്നുമല്ലെങ്കിൽ നമുക്ക് അവസാനമായി else എന്ന് പറയുന്ന കീവേഡ് കൊടുക്കാം. else എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മുകളിലെ യാതൊരു കണ്ടീഷനും ട്രൂ അല്ലെങ്കിൽ നമുക്ക് വേണ്ടത് നമ്പർ ഈസ് 0 എന്ന് ലഭിക്കണം. നമ്പർ ഈസ് 0. സേവ് ചെയ്യാം. നമുക്ക് റീഫ്രഷ് ചെയ്ത് നോക്കാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഈസ് 0 എന്ന് ലഭിക്കും. സോ നമുക്ക് നമ്പർ ഒന്ന് മാറ്റി കൊടുക്കാം. 10 കൊടുക്കാം. സേവ് ചെയ്യാം. റീഫ്രഷ് ചെയ്യാം. സോ പോസിറ്റീവ് നമ്പർ എന്ന് ലഭിക്കുന്നു. അതുപോലെ നമുക്ക് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് നമ്പർ എന്ന് ലഭിക്കുന്നു. സോ ഇത്തരത്തിൽ നമുക്ക് ടെംപ്ലേറ്റിനുള്ളിൽ, അതായത് നമ്മുടെ HTML പേജിനുള്ളിൽ ഇതുപോലെ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് if സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കുന്നതാണ്. സോ ഇനി നമുക്കൊരു ഫോർ ലൂപ്പ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ അതിന് നമ്മൾ ചെയ്യേണ്ടത് തൽക്കാലം ഇത് ഇവിടുന്ന് നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. നമ്മൾ വ്യൂസിൽ വരുന്നു. വ്യൂസിൽ വന്നതിന് ശേഷം നമ്മളിവിടെ num1 എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. ലിസ്റ്റിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് 1 2 3 4 5 6 7 8 9 10 10 നമ്പർ കൊടുക്കുന്നു. സോ ഇനി നമ്മൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് ഈ നമ്പറെല്ലാം പ്രിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നമ്മൾ HTMLൽ പോകുന്നു. സോ നമ്മൾ ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യാം. ഫോർ ലൂപ്പ് ഫോർ n in num1. സോ n ഉപയോഗിച്ച് നമ്മൾ ഈ num1ലെ വാല്യൂ എല്ലാം ആക്സസ് ചെയ്ത് കഴിഞ്ഞു. സോ നമുക്ക് ഇനി h2 നമുക്കിവിടെ n എന്ന് കൊടുത്താൽ മതി. ഓക്കെ, n. സോ താഴെ വരിക. നമുക്ക് ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യാം. ഫോർ ലൂപ്പ് ഇതുപോലെ ക്ലോസ് ചെയ്യാം. നമ്മളിവിടെ end 4 എന്ന് കൊടുക്കുന്നു. end 4 സേവ് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ വെബ്സൈറ്റിൽ പോയി റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 2 3 4 5 6 7 8 10 വരെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിക്കാം. സോ നമുക്ക് മറ്റൊരു ഫോർ ലൂപ്പ് കൂടി ചെയ്ത് നോക്കാം. സോ നമ്മളിവിടെ കുറച്ച് സ്ട്രിങ് കൊടുക്കാം. സ്ട്രിങ് നമുക്കിവിടെ ഫ്രൂട്ട്സ് എന്ന് കൊടുക്കാം. ഫ്രൂട്ട്സ്. സോ നമ്മൾ ബനാന, അതുപോലെ ആപ്പിൾ, അതുപോലെ ഗ്രേപ്സ്, 3 ഐറ്റംസിൻ്റെ പേര് നമ്മൾ കൊടുക്കുന്നു. സോ നമ്മൾ ഡിക്ഷണറിയുടെ പേര് നമ്പേഴ്സ് തന്നെ എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ നമ്മൾ HTMLൽ പോകുന്നു. നമ്മുടെ index.htmlൽ പോകുന്നു. index.html. സോ ഫോർ f in fruit എന്ന് കൊടുക്കാം. ഫ്രൂട്ട്. സോ നമുക്ക് f പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ചെയ്യാം, റീഫ്രഷ് ചെയ്യാം. സോ നമുക്ക് ലഭിക്കുന്നില്ല. സോ നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാം, എന്താ പ്രശ്നമെന്ന് നോക്കാം. f in fruit എന്നാണോ ഫ്രൂട്ട്സ് എന്നാണോ? സോ നമുക്ക് വ്യൂസിൽ പോയി നോക്കാം. സോ ഫ്രൂട്ട്സ് എന്നായിരുന്നു. സോ നമ്മൾ f in fruits എന്ന് കൊടുക്കാം. f in fruits സേവ് ചെയ്യാം, റീഫ്രഷ് ചെയ്യാം. റീഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബനാന, ആപ്പിൾ, ഗ്രേപ്സ്
എന്നിങ്ങനെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് ആയ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് അതുപോലെ ഫോർ ലൂപ്പ് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം. ഇത് നമ്മൾ സഹായിക്കുന്നത് ടാഗ് എന്ന് പറയുന്ന ഈ ഒരു കർലി ബ്രാക്കറ്റ് %, അതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം എഴുതുന്നത്.